സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ സോഷ്യോളജിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യോളജിയിൽ നമ്മൾ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സോഷ്യോളജി സമൂഹശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും, സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്, അതുപോലെ സോഷ്യോളജി ഇക്കണോമിക്സ്, സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും, സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആൻഡ് സോഷ്യോളജിയും ആന്ത്രോപോളജി, അതുപോലെ തന്നെ സോഷ്യോളജിയും സോഷ്യൽ വർക്കും തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് സോഷ്യോളജി എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. സോഷ്യോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. സോഷ്യോളജി ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് human society and social behavior as well as a study of a social relationship of its members, of its forms. പറഞ്ഞാൽ ഒരു സോഷ്യോളജി ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വിഷയമാണ്. സോഷ്യൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അതിൽ. അതുപോലെ മനുഷ്യന്മാരുടെ സാമൂഹിക അവസ്ഥകളെ പറ്റിയിട്ട് പഠിക്കുക. അതുപോലെ എന്താണ് സോഷ്യൽ ബിഹേവിയർ, ആളുകളുടെ സാമൂഹികമായ സ്വഭാവത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, ആളുകളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രീയമായ പഠനശാഖയാണ് സോഷ്യോളജി. ഓക്കെ, അതുപോലെ നമുക്കറിയാം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം സ്കൂളായിക്കോട്ടെ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, സ്കൂള്, കോളേജസ്, അതുപോലെ ബാങ്ക്, അതുപോലെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ബസ്സിലായിക്കോട്ടെ, ഈവൻ നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മളെന്താ ഒരുപാട് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന, ഇടപഴകുന്ന ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മുടെ ഒരു സോഷ്യൽ ബിഹേവിയർ, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളിപ്പോൾ എന്താണ് എപ്പോഴും നമ്മുടെ ഒരു പാരൻസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, നമ്മൾ പറയുന്നത് അവരുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടുകളായിട്ട് ഒരു ബന്ധമില്ലാതെയും, അതുപോലെ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തതും, അവരുടെ ചിന്താഗതികളും ഒക്കെ എന്താണ് പഴയതാണെന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ നമ്മുടെ പാരൻസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക നമ്മുടെ ഏറ്റവും, അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്തുകൊണ്ടാണ്? അതുപോലെ നമ്മുടെ തലമുറയും നമ്മുടെ മാതാപിതാക്കളുടെ തലമുറയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മളെ മാറ്റി നിർത്തുന്ന എന്തൊക്കെയാണ് ചില മൂല്യബോധങ്ങളും, അതുപോലെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു തലമുറയിൽ നിന്നിട്ട് മറ്റൊരു തലമുറയിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു മാറ്റങ്ങൾ, ഈ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ്? അതൊരു ഫാമിലിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു മാറ്റമല്ല, ഒരു കുറച്ച് ആളുകൾക്ക് മാത്രമല്ല, അതൊരു ജനറലായിട്ട് എല്ലാവരിലേക്കും വരുന്നൊരു മാറ്റങ്ങളാണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു ഫാമിലിയിൽ മാത്രം സംഭവിക്കുന്നതല്ല, മറിച്ച് ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അതുപോലെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലും ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഈ ഒരു ചേഞ്ചസിൻ്റെ കാര്യങ്ങൾ, ഈ ഒരു ബിഹേവിയേഴ്സിലൊക്കെ വരുന്ന ചേഞ്ച്, ആ ഒരു സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ പറ്റി നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ സോഷ്യോളജിയുടെ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു മാറ്റങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ ചിട്ടയായിട്ട് പഠിക്കുന്ന ഒരു സമൂഹശാസ്ത്ര ശാഖയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അതുപോലെ എന്താണ് മനുഷ്യൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിലവിലുള്ള അറിവുകൾ മെച്ചപ്പെടുത്തുകയും, അതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെ വികസിപ്പിക്കുകയും അതിനെ പരിപോഷിക്കുകയും ചെയ്യുന്നതാണ് സോഷ്യോളജീൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സോഷ്യോളജി എന്താണെന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിലേഷൻസും അതിൻ്റെ ആ ഒരു ഡിഫറൻസസ്, ആ ഒരു സിമിലാരിറ്റീസും ഡിഫറൻസസും എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ ശാസ്ത്രീയമായ പഠനങ്ങളുടെയും. അപ്പം വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി? അപ്പോൾ സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്തെല്ലാം? അപ്പോൾ നമുക്കറിയാം ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്?
കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയിട്ടും കഴിഞ്ഞു പോയ സംഭവങ്ങളും സംഭവവികാസങ്ങളും സാമൂഹിക വസ്തുതകളെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതും ആയിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചരിത്രത്തിൽ എന്താണ് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കാലക്രമണ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അതുപോലെ മനുഷ്യൻ്റെ വളർച്ചയിൽ അവയ്ക്കുള്ള അവരുടെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അപ്പം നേരെ മറിച്ച് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടത്തിൽ ഈ ഒരു വർത്തമാന കാലഘട്ടത്തെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ബന്ധങ്ങളും പെരുമാറ്റങ്ങളും സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചിട്ടും പെരുമാറ്റങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഈ വർത്തമാന കാലഘട്ടത്തിലും മറ്റ് ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെ പറ്റി പഠിക്കുന്ന ആ ഒരു ഡിഫറൻസസ് ആണ് മെയിൻലി ഉള്ളത്. അതുപോലെ എന്താണ് സമൂഹശാസ്ത്രം ചരിത്രത്തിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നുണ്ട്. സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഷ്യോളജി ആ ഒരു ഹിസ്റ്ററിയിൽ നിന്നിട്ട് കാര്യങ്ങൾ എന്താണ് എടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സോഷ്യോളജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് സോഷ്യോളജിയിലേക്ക്. അതുപോലെ തന്നെ എന്താണ് വിവരങ്ങൾ എടുക്കുന്നു. ചിത്രകാരൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരിൽ നിന്ന് വിവരങ്ങൾ കടമെടുക്കുന്നു. ഓരോന്നും രണ്ടാമത്തേതിന് ഒഴിവാക്കാനാവാത്ത വിഭവങ്ങൾ നൽകുന്നു. അപ്പോൾ സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എന്താണ് രണ്ടിനും ഗുണങ്ങളുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു പഠനത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്താണ് സോഷ്യോളജിക്ക് ഈ ഒരു ഹിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠനശാഖയാണ്. അപ്പോൾ സാമൂഹ്യ പ്രാധാന്യത്തിന് പരിഗണന നൽകാത്ത ചരിത്ര പഠനം നിരാർത്ഥകമാണ്. അതുപോലെ രണ്ട് ശാസ്ത്രങ്ങളും അതുല്യമായ സംഭവങ്ങളിൽ താല്പര്യം കാണിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സമൂഹശാസ്ത്രവും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ള ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിലുള്ള ആചാരങ്ങളെയും പെരുമാറ്റങ്ങളെയും പറ്റിയിട്ട് സമൂഹ ബന്ധങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയും, നേരെ മറിച്ച് ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിനെ പറ്റി പഠിക്കുന്ന അതിൽ നടന്ന സംഭവങ്ങളും അതുപോലെ ആ ഒരു പരിണാമത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് സാമൂഹശാസ്ത്രം അതുപോലെ സോഷ്യോളജീൻ്റെ ഡിഫറൻസസ് ആണ് ആദ്യം നോക്കുന്നത്. സമൂഹശാസ്ത്രം വർത്തമാനകാല സംഭവങ്ങളെ പഠിക്കുന്നു. സമൂഹശാസ്ത്രം ഏറ്റവും പുതിയ ശാസ്ത്രമാണ്. സമൂഹശാസ്ത്രത്തിനുള്ള പലതും ചരിത്രത്തിലില്ല. സമൂഹശാസ്ത്രം കേവലമാണ്. സമൂഹശാസ്ത്രം അതിൽ ഉൾപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളുടെ വീക്ഷണഗതി വെച്ച് പഠനം നടത്തുന്നു. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ചരിത്രത്തിൽ നിന്നും അഥവാ ഹിസ്റ്ററിയിൽ നിന്ന് ഈ ഒരു സോഷ്യോളജി എങ്ങനെയാണ് വ്യത്യസ്തത ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ചരിത്രം ഭൂതകാല സംഭവങ്ങളെ പഠിക്കുന്നു. ഭൂതകാല സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് ആ ഒരു സംഭവങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നേരെ മറിച്ച് സമൂഹശാസ്ത്രം സോഷ്യോളജി എന്താണ് വർത്തമാന കാല സംഭവങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ചരിത്രം ഏറ്റവും പഴക്കമുള്ള ശാസ്ത്രമാണ്. സോഷ്യോളജി എന്താണ് പുതിയ ശാസ്ത്രമാണ്. അപ്പോൾ സമൂഹശാസ്ത്രവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്രം സോഷ്യോളജിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ചരിത്രം സമൂർത്തമാണ്. സമൂർത്തം എന്ന് പറഞ്ഞാൽ ചരിത്രം കുറച്ചും കൂടി എന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അടങ്ങിയതും ഒക്കെയാണ് സമൂർത്തമാണെന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് അറിയാം നമുക്ക്, ചരിത്ര കാലഘട്ടം മൊത്തമുള്ള കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ ഡെപ്ത് ആയിട്ടുള്ള കണ്ടൻറ്റാണ് അതിലുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ചരിത്രം ഏത് സംഭവത്തെയും സമഗ്രമായിട്ട് സംഭാവന ചെയ്യുന്നുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഭവം എല്ലാം അതിൽ ചരിത്രത്തിലുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സംഭാവന നമ്മളിപ്പോൾ കാര്യങ്ങൾ സോഷ്യോളജിക്ക് ഒരു ചെറിയൊരു പർട്ടിക്കുലർ ഏരിയനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആ ഒരു ചരിത്രത്തിനെ നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതിലുള്ള ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ എന്താണ് റെഫർ ചെയ്യുന്നത് എന്താണ് ഹിസ്റ്ററിയിൽ നിന്നാണ്. അതാണ് ചരിത്രം ഏത് സംഭവത്തെയും സമഗ്രമായിട്ട് സംഭാവന ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൗ സൈക്കോളജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. മനസ്സിൻ്റെ ശാസ്ത്രം നമുക്കറിയാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അയാളുടെ ആ ഒരു ചിന്താശക്തിയും ബുദ്ധിശക്തിയും അയാളുടെ ഓർമ്മശക്തി അതുപോലെ പ്രതീക്ഷ അതുപോലെ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു പഠനശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ മാനസിക പ്രക്രിയകളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം. മാനസിക പ്രക്രിയകളായ സൂക്ഷ്മ നിശ്ചിത ജ്ഞാനം, അവബോധം തുടങ്ങിയവ വ്യക്തിതലത്തിൽ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രം വ്യക്തികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു.
വ്യക്തികളുടെ ബുദ്ധിശക്തി, പ്രേരണ, ഓർമ്മശക്തി, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മനഃശാസ്ത്രം താല്പര്യപ്പെടുന്നു. അപ്പം ഈ ഒരു സൈക്കോളജി ഏതൊക്കെ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ ഒരു വ്യക്തിപരമായിട്ട് വ്യക്തികളുടെ ബുദ്ധിശക്തി, പ്രേരണ, ഓർമ്മശക്തി, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് മനഃശാസ്ത്രം താല്പര്യപ്പെടുന്ന ഏരിയാസ്. ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ വ്യക്തിയുടെ മാനസിക വികാസത്തിൽ സമൂഹ ജീവിതത്തിനുള്ള സ്വാധീനത്തെ പറ്റി അത് പഠിക്കുന്നു. സമൂഹശാസ്ത്രം, നേരെ മറിച്ച് സോഷ്യോളജി എന്താണ്? സമൂഹത്തിലെ സംഘടിതമായ പെരുമാറ്റത്തെ മനസ്സിലാക്കുകയാണ് സോഷ്യോളജിയുടെ ധർമ്മം. ഓക്കെ, സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും സമൂഹ മനഃശാസ്ത്രം എന്ന പ്രത്യേക പഠന മേഖലയിൽ അടുത്ത് പ്രവർത്തിക്കുന്നു. സാമൂഹ്യ ചുറ്റുപാടിൽ മനുഷ്യൻ്റെ മാനസിക പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുകയാണ് സമൂഹശാസ്ത്രം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു ചുറ്റുപാടിൽ, നമ്മുടെ ആ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ മനുഷ്യൻ്റെ മാനസിക പ്രക്രിയകളെ പറ്റിയിട്ടാണ് ഈ ഒരു പഠിക്കുന്നത്. സ്വഭാവവും മനുഷ്യൻ്റെ പെരുമാറ്റ രീതിയും അവരുടെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത്. അപ്പോൾ വ്യക്തിയുടെയും സംഘത്തിൻ്റെയോ സമൂഹത്തിലെ പ്രഭാവം എന്നതിന് സമൂഹശാസ്ത്രം ഊന്നൽ നൽകുന്നു. അപ്പോൾ വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെയും ഒരു പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെയും അവരുടെ സമൂഹത്തിലുള്ള പ്രഭാവത്തെ എന്തെന്നതിനാണ് സമൂഹശാസ്ത്രം, സോഷ്യോളജി ഊന്നൽ നൽകുന്നത്. സൈക്കോളജി നേരെ മറിച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ ബുദ്ധി, ശക്തിയും ബോധവും അവബോധത്തിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നൊരു പഠനശാഖയാണ് സൈക്കോളജി. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം സോഷ്യോളജിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന കുറേ കണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ സൈക്കോളജി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് സോഷ്യോളജിയാണ് നോക്കുന്നത്. സമൂഹശാസ്ത്രം സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു പഠനശാഖയാണ്. സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കുമാണ് അത് ഇമ്പോർട്ടൻസ് നൽകുന്നത്. സാമൂഹ്യ പ്രക്രിയകളെ വിശകലനം ചെയ്യുന്നു. സമൂഹശാസ്ത്രത്തിൽ പരീക്ഷണശാലകൾക്ക് സ്ഥാനമില്ല. സാമൂഹ്യശാസ്ത്രത്തിൻ്റേത് സാമൂഹ്യ തലത്തിലുള്ള സമീപനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് മനഃശാസ്ത്രവുമായിട്ട് വ്യത്യസ്തത നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മനഃശാസ്ത്രം വ്യക്തികളിൽ സമൂഹത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ വ്യക്തികൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും സമൂഹത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ മനഃശാസ്ത്രം പഠനവിധേയമാകുന്നത് മാനസിക വിഷയങ്ങളാണ് അത് പഠനവിധേയമാകുന്നത്. അതുപോലെ മനഃശാസ്ത്രം പരീക്ഷണശാല രീതിക്ക് വലിയ സ്ഥാനം നൽകുന്നു. മനഃശാസ്ത്രത്തിൻ്റെ സമീപനം വ്യക്തിഗതമായിട്ടുള്ളൊരു സമീപനമാണ് മനഃശാസ്ത്രം നൽകുന്നത്. നേരെ മറിച്ച് സോഷ്യോളജിയോ സാമൂഹ്യശാസ്ത്രത്തിൻ്റെത് ഒരു സാമൂഹ്യ തലത്തിലുള്ളൊരു സമീപനമാണ് അത് നൽകുന്നത്. ആ ഒരു ഡിഫറൻസസ് മെയിൻലി ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൗ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി. അപ്പോൾ നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. ആ ഒരു പഠനം വിശകലനം ചെയ്യുന്നത് പാർട്ടി, ഗവൺമെൻറ്, ഭരണകൂടം അതിനൊക്കെ പറ്റിയിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആ ഒരു പഠന മേഖല എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് സോഷ്യോളജിയുമായിട്ട് വ്യത്യസ്തത പുലർത്തുന്നത് നമുക്ക് നോക്കാം. രാഷ്ട്രതന്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും എന്തെല്ലാം? രാഷ്ട്രതന്ത്രം സമൂഹശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ്, സോഷ്യോളജിയുടെ ഒരു ശാഖയാണ്, ആ ഒരു ബ്രാഞ്ചാണ് എന്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ രണ്ടിലും മെയിൻ, കോമൺ ആയിട്ട് രണ്ടിലും ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യം, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ആളുകളുടെയും ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് മെയിൻലി രണ്ടും ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെക്കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ്. അത് പരമാധികാര രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സംഘടിതമായ സാമൂഹ്യ സംഘങ്ങളെ പ്രതിപാദിക്കുന്നു. ഇരു ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന അടിസ്ഥാന മേഖല ഒന്ന് തന്നെയാണ്. അതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കെല്ലാം സാമൂഹിക വശങ്ങളുള്ളതിനാൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് സമൂഹശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ആവശ്യമായി വരുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ ഈ ഒരു സോഷ്യോളജി ആയിട്ട് അവർ കുറച്ച് റിലേറ്റഡ് ആയിരിക്കും, കുറച്ച് കണക്ഷൻ ഉണ്ടാവും. എന്നാലേ അവർക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ്, അവർക്ക് ആ ഒരു രാഷ്ട്രതന്ത്രം, അവരുടെ ആ ഒരു സാമൂഹിക വശം ഉള്ളതിനാൽ അവർ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരു സോഷ്യോളജീൻ്റെ ആ ഒരു അറിവ് കൂടെ അവർക്ക് വേണ്ടതുണ്ട്. പിന്നെ സാമൂഹിക വിശകലനത്തിന് ഉപയുക്തമാകണം എന്നതിനാൽ രാഷ്ട്രതന്ത്രജ്ഞരുടെ സംഭാവനകളെ സമൂഹശാസ്ത്രജ്ഞന് വിലമതിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഡിഫറൻസസ് നോക്കാം. സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ളത്. അപ്പോൾ രണ്ടിലും ബേസിക്കായിട്ട് ഒരേ കണ്ടൻറ്റ് തന്നെയാണ്. പൊളിറ്റിക്സിലാണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടിലും ഡിസ്കസ് ചെയ്യുന്നതും പഠനം നടത്തുന്നതും. എങ്ങനെ ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. പൊളിറ്റിക്സ് അതേപോലെ രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓർത്ത് വയ്ക്കുക, രാഷ്ട്രതന്ത്രം പൊളിറ്റിക്സ്
രാഷ്ട്രതന്ത്രവും ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനമാണ്. മറ്റേത് സമൂഹം മാത്രമാണ്. പക്ഷേ സമൂഹത്തിലുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, കുടുംബം, സാമ്പത്തിക ശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. പൊളിറ്റിക്സിൽ നേരെ മറിച്ച് എന്തൊക്കെയാണ്? രാഷ്ട്രതന്ത്രം, ഭരണകൂടത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ച് പഠിക്കുന്നു. സോഷ്യോളജിയിൽ കുടുംബം, സാമ്പത്തിക ശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം അതിലുള്ളൊരു കണ്ടൻറ്റാണ് സോഷ്യോളജിയിലുള്ളത്. പൊളിറ്റിക്സിൽ നേരെ മറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയാസ് രാഷ്ട്രതന്ത്രം, ഭരണകൂടം, ഗവൺമെൻറ്. നെക്സ്റ്റ്, സോഷ്യോളജിയിൽ നമ്മൾ സാമൂഹ്യ ജീവിയായ മനുഷ്യനെ വിശകലനം ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സിൽ രാഷ്ട്രതന്ത്രം, ഭരണകൂടം എന്ന ഒരൊറ്റ മാനുഷിക സംഘടന രൂപത്തെക്കുറിച്ചിട്ടാണ് വിശകലനം ചെയ്യുന്നത്. നെക്സ്റ്റ്, സമൂഹശാസ്ത്രം ഒരു പൊതുശാസ്ത്രമാണ്, രാഷ്ട്രതന്ത്രം ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അപ്പോൾ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യോളജി ഒരു പൊതുവായിട്ടുള്ളൊരു ശാഖയാണ്, പഠനശാസ്ത്രമാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു രാഷ്ട്രീയ കാര്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ള ആ ഒരു കാര്യത്തിന് പഠനവും നടത്തുന്ന ഒരു കാര്യമാണ് രാഷ്ട്രതന്ത്രം അഥവാ പൊളിറ്റിക്സ്. സോഷ്യോളജി സംഘടിത സമൂഹങ്ങൾ എന്ന പോലെ അസംഘടിത സമൂഹങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട് സോഷ്യോളജി. പക്ഷേ പൊളിറ്റിക്സിലോ രാഷ്ട്രതന്ത്രം സംഘടിത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ്. ആ ഒരു പൊളിറ്റിക്കൽ ഏരിയാസിനെ മാത്രം പഠിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പൊളിറ്റിക്സ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രം മനുഷ്യൻ്റെ അബോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പൊളിറ്റിക്സ് രാഷ്ട്രതന്ത്രം മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമേ അത് പഠിക്കുന്നുള്ളൂ. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ബോധപൂർവവും അബോധപൂർവമായിട്ടുള്ള മനുഷ്യൻ്റെ അബോധ പ്രവർത്തനങ്ങളെയും ഒക്കെ പഠിക്കുന്നുണ്ട്. മറ്റേത് ആ ഒരു ബോധപൂർവമായിട്ടുള്ള കാര്യം മാത്രമേ പൊളിറ്റിക്സ് നോക്കുന്നുള്ളൂ. നെക്സ്റ്റ്, സോഷ്യോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ട് രാഷ്ട്രീയ ജീവിയായി എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലോ മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ആ ഒരു രാഷ്ട്രതന്ത്രം ആരംഭിക്കുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. മെയിൻലി നോക്കുക, സോഷ്യോളജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു സാമ്പത്തികവും കുടുംബവും വിദ്യാഭ്യാസവും മതപരമായിട്ടും അതുപോലെ ഭരണകൂടം അതിലുള്ളൊരു കാര്യമാണ് എന്നതിനെയൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത്. പൊളിറ്റിക്സ് രാഷ്ട്രതന്ത്രവും ഭരണകൂടത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഇക്കണോമിക്സ്. അപ്പോൾ ആ ഒരു സോഷ്യോളജിയും ഇക്കണോമിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേഖല മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു സാമ്പത്തിക മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവരുടെ ഇക്കണോമിക് ഏരിയാസിനെ മാത്രം ബന്ധപ്പെട്ടതാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രമാകട്ടെ മനുഷ്യൻ്റെ എല്ലാവിധ ബന്ധങ്ങളെയും പഠനവിധേയമാക്കുന്നതാണ്. എല്ലാ തരത്തിലും സാമ്പത്തികവും അതിലടങ്ങിയതാണ്. അത് സാമ്പത്തികം മാത്രമല്ല സാമൂഹികം കൂടിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു പഠനമാണ് സോഷ്യോളജിയിൽ. ഇക്കണോമിക്സിലാണെങ്കിൽ അത് മനുഷ്യൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും മാത്രം പറ്റി പഠിക്കുന്നത് പഠനശാഖയാണ് ഇക്കണോമിക്സ്. അതിനാൽ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി സാമ്പത്തിക ശാസ്ത്രത്തെക്കാൾ എത്രയോ അധികമാണ്. അപ്പം ഏറ്റവും ഇക്കണോമിക്സിനേക്കാളും അത്രയോ ഡെപ്ത് ആയിട്ടുള്ള കണ്ടൻസാണ് സോഷ്യോളജിയിലുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഉൽപാദന വിതരണ ഉപഭോഗങ്ങളിലൂടെ മനുഷ്യൻ്റെ ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നതുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട എല്ലാം തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പഠന വിഷയമാണ്. എന്നാൽ സോഷ്യോളജിയോ സമൂഹശാസ്ത്രജ്ഞൻ്റെ പ്രാഥമികമായ താല്പര്യം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹിക വശത്തിലാണ്. ഉൽപാദന വിതരണങ്ങളിൽ സമൂഹശാസ്ത്രജ്ഞൻ അത്ര തൽപരനല്ല. ഈ ഒരു ബിസിനസ്സും അതുപോലെ പ്രൊഡക്ഷനിലും കാര്യങ്ങളിലും ഒന്നും ആ ഡിസ്ട്രിബ്യൂഷനിലും ഒന്നും ഈ ഒരു സോഷ്യോളജിസ്റ്റിന് അത്ര താല്പര്യമുള്ള ഏരിയാസ് അല്ല. അത് സാമ്പത്തികപരമായിട്ട് ഇക്കണോമിസ്റ്റിനാണ് ഈ ഒരു ഏരിയാസിനോട് താല്പര്യം. ഉൽപാദന വിതരണ ഉപഭോഗങ്ങളുടെ മനുഷ്യൻ്റെ ആ ഒരു ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്നത്. നെക്സ്റ്റ്, സാമ്പത്തിക ശാസ്ത്രം സാമൂഹിക ശാസ്ത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്. അപ്പോൾ സോഷ്യോളജിനേക്കാളും പഴക്കമുള്ളത് എന്താണ്? ഇക്കണോമിക്സ് തന്നെയാണ്. സമീപകാലത്ത് വളർച്ച പ്രാപിച്ച ഒന്നാണ് സമൂഹശാസ്ത്രം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പുതിയൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് സോഷ്യോളജി. അപ്പോൾ അതാണ് ഇക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൗ ആന്ത്രോപോളജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് സ്റ്റേറ്റ് ദ സിമിലാരിറ്റീസ്. അപ്പോൾ ആന്ത്രോപോളജി എന്താണ്? നരവംശശാസ്ത്രവും സോഷ്യോളജി സമൂഹശാസ്ത്രവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസും സിമിലാരിറ്റീസും ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം.
അതായത് മാനവരാശി എങ്ങനെ വികാസം പ്രാപിച്ചു എന്ന പഠനമാണ് ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രം. മനുഷ്യനെ പറ്റിയിട്ടുള്ള പഠനമാണ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ വികാസം പ്രാപിച്ചത് എന്നൊരു കാര്യമാണ് ഈ ഒരു നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാനുഷിക പെരുമാറ്റത്തിൻ്റെ എല്ലാ വശങ്ങളും മാത്രമല്ല, മനുഷ്യൻ്റെ ശാരീരിക വികാസം സംബന്ധിച്ച പ്രത്യേകതകളും അത് പഠിക്കുന്നുണ്ട്. അതുപോലെ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് വ്യുൽപ്പന്നമായ പദമാണിത്. അപ്പോൾ 2 ഗ്രീക്ക് വാക്കുകൾ ഏതൊക്കെയാണ്? ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ലോക്കോസ് എന്ന് പറഞ്ഞാൽ പഠനം. അങ്ങനെയാണ് ഈ ഒരു നരവംശാസ്ത്രം എന്ന ഒരു ആന്ത്രോപോളജി എന്ന ഒരു വേർഡ് വന്നത്. നരവംശാസ്ത്രം 2 പ്രധാന ശാഖകളിലായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഭൗതിക നരവംശാസ്ത്രവും രണ്ടാമത്തത് സാമൂഹ്യ സാംസ്കാരിക നരവംശാസ്ത്രം. 2 ബ്രാഞ്ചസ് ആണ് ഈ ഒരു ആന്ത്രോപോളജിക്കുള്ളത്. ഫസ്റ്റ് വൺ ഭൗതിക നരവംശാസ്ത്രം, സാമൂഹ്യ സാംസ്കാരിക നരവംശാസ്ത്രം. അപ്പോൾ പല കാര്യങ്ങളിലും സാമൂഹ്യശാസ്ത്രവും നരവംശാസ്ത്രവും തമ്മിൽ അടുത്തൊരു ബന്ധമുണ്ട്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും ഇടപാടുകളിലും സമൂഹശാസ്ത്രത്തിനും നരവംശാസ്ത്രത്തിനും താല്പര്യം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും ഇരട്ട സഹോദരിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ട്വിൻ സിസ്റ്റേഴ്സ് ആയിട്ടാണ് ഈ ഒരു ആന്ത്രോപോളജിയും സോഷ്യോളജിയും അറിയപ്പെടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മനുഷ്യനെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണ് ആന്ത്രോപോളജി. അതുപോലെ മനുഷ്യൻ്റെ ആ ഒരു മാനവശേഷി എങ്ങനെയാണ് വികാസം പ്രാപിച്ചത്, അതുപോലെ ആ ഒരു ഭൗതികമായിട്ടുള്ളതല്ല ശാരീരികപരമായിട്ടുള്ള ആ ഒരു മാറ്റങ്ങളും എങ്ങനെയൊക്കെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് ആ ഒരു മനുഷ്യനിലോട്ട് വന്നത് എന്ന കാര്യങ്ങളെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആന്ത്രോപോളജിയും സോഷ്യോളജിയും ഇരട്ട സഹോദരിമാരെ പോലെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഡിഫറൻസസ് നമുക്ക് നോക്കാം. സമൂഹത്തെക്കുറിച്ച് ഒന്നായുള്ള പഠനമാണ് നരവംശാസ്ത്രം. അതിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ പ്രശ്നങ്ങൾ, കുടുംബം, സംഘടന, മതം, കല, വ്യവസായങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം അത് പഠനവിധേയമാക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജി ആവട്ടെ അതിൻ്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ സാമൂഹികമായ ഇടപാടുകളാണ് സമൂഹശാസ്ത്രത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. പക്ഷേ നരവംശാസ്ത്രത്തിൽ എല്ലാ ഏരിയാസും മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഏരിയാസും ഒന്നായുള്ളൊരു പഠനമാണ് സമൂഹത്തെക്കുറിച്ചിട്ടുള്ള. അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ നിയമപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബം, അതുപോലെ സംഘടന, മതം, കല, വ്യവസായങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം ഈ ഒരു ആന്ത്രോപോളജി പഠനവിധേയമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, നരവംശാസ്ത്രം ചെറിയ സുസ്ഥിര സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രം വ്യാഹത്തായ ചലനാത്മകമായ നാഗരികതയെക്കുറിച്ച് പഠിക്കുന്നു. നെക്സ്റ്റ്, നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും വേറിട്ട ശാസ്ത്രങ്ങളാണ്. രണ്ടും 2 ശാസ്ത്രങ്ങളാണ്. അതിപുരാതന കാലഘട്ടത്തിൽ മനുഷ്യനും അവൻ്റെ സംസ്കാരവും എങ്ങനെ വികസിച്ചു എന്നാണ് ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രം പഠിക്കുന്നത്. സോഷ്യോളജി അവിടെ സമൂഹശാസ്ത്രത്തിൻ്റെ പഠന വിഷയം അതും തന്നെയാണ്. രണ്ടും സെയിം ആണ്, പക്ഷേ അത് വർത്തമാനകാലത്തെ സ്ഥിതിയാണ് പഠിക്കുന്നത്. സോഷ്യോളജി ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒരു കറൻറ്റ് സെനാറിയോയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത്. രണ്ടിലും പഠന വിഷയം സെയിം തന്നെയാണ്. പക്ഷെ നരവംശാസ്ത്രം പണ്ടത്തെ കാലത്ത് അതിപുരാതന കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ വികാസവും സംസ്കാരവും ഒക്കെ പറ്റിയിട്ട് വികസിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ആന്ത്രോപോളജിയിൽ പഠിച്ചിട്ടുണ്ടായത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക്. സമൂഹശാസ്ത്രവും സാമൂഹ്യ സേവനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, സമൂഹത്തിൻ്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിയമിതരായിട്ടുള്ളവർ ഒരു രാജ്യത്ത് ചെയ്യുന്ന ജോലിയെ സാമൂഹ്യ സേവനം എന്ന് പറയാം. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. അപ്പോൾ സോഷ്യൽ വർക്ക് ഒരു സോഷ്യൽ സർവീസ് എന്താണ്? സോഷ്യൽ സർവീസ് അല്ല, സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ നമ്മുടെ അതോറിറ്റീസും കാര്യങ്ങളൊക്കെ നിയമിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് ചെയ്യുന്ന ജോലിയെയാണ് നമ്മുടെ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞത്. എന്താണ് അത്? മൊത്തം സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, സാമൂഹ്യ നീതി നേടുക, ജീവിതം മെച്ചപ്പെടുത്തുക, എല്ലാ വ്യക്തികളുടെയും കഴിവുകൾ വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ജോലിയാണ് സാമൂഹ്യ സേവനം. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്താണ്? സാമൂഹ്യമായ ഇടപാടുകളാണ് ശ്രദ്ധാകേന്ദ്രം. മനുഷ്യന്മാരായിട്ടുള്ള ഇടപാടുകളും റിലേഷൻഷിപ്പും പെരുമാറ്റ രീതിയും അതിനെയൊക്കെ പറ്റിയിട്ടാണ് സോഷ്യോളജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയായിരുന്നു ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും വരാറുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക്സ് ആൻഡ്
സോഷ്യോളജി എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.